ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഡയറി മിൽക്ക് കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. സിബ്ര പുഡിങ്ങോ എന്നൊക്കെ പറയും. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. നമ്മുടെ പാർട്ടികളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ഓളൊന്നും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ ബ്രെഡൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലിൻ്റെ മിക്സ്ചർ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 കപ്പ് പാൽ ആഡ് ചെയ്ത് മധുരത്തിന് ആവശ്യമായ കണ്ടൻസറും മിൽക്കും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ആക്കേണ്ടത്. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ്ചറൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബൗളിലേക്ക് ഒരേ അളവിൽ നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 2 ബൗളിലേക്ക് ഒരേ അളവിൽ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം എടുത്ത് ഞാനിവിടെ 125 ഗ്രാം ഡയറി മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിലേക്ക് നമുക്ക് ഡയറി മിൽക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ 2 പാത്രത്തിൽ പാലിൻ്റെ മിക്സ്ചർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണേ. ചൈന ഗ്രാസ് ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് ഉറച്ചു പോകും. ഇനി ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേറൊരു പാത്രത്തിലേക്ക് പാലിൻ്റെ മിക്സ്ചർ ചേർത്ത് വെച്ചിട്ടില്ലേ, അതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരാൻ പറ്റൂലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെയും ബ്രെഡിൻ്റെയും മിക്സറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം ഡയറി മിൽക്കിൻ്റെ മിക്സർ ഒഴിച്ചു കൊടുക്കും, പിന്നെ ബ്രെഡിൻ്റെ മിക്സർ ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ സീബ്ര മോഡലാണ് കേട്ടോ ആക്കാൻ നോക്കിയത്. എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൊളായിട്ടുണ്ട്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഏത് മോഡൽ വേണമെങ്കിലും ആക്കിക്കോട്ടോ. ഒരേ അളവിൽ സ്പൂൺ എടുക്കണേ. എൻ്റെ കയ്യിൽ നിന്ന് അപ്പുറം ഇപ്പുറം എല്ലാം മിക്സായി പോയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് മിക്സ് ആകാതെ മൊഞ്ചിലാക്കി കൊടുക്കണേ. എന്തെങ്കിലും കുറച്ച് കൊളായി പോയിട്ടുണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളമൊക്കെ അടുത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്തത് കൊണ്ടാണ്. നിങ്ങൾ നല്ല മൊഞ്ചിലാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെക്കുന്നുണ്ട്. നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പുഡിങ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ട പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉപയോഗിച്ചും ഈ പുഡിങ് തയ്യാറാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.